മൈ ഡിയർ പ്ലസ് വൺ സ്റ്റുഡൻസ്, നമ്മുടെ ഈ ഒരു വൺ ഷോട്ട് സീരീസ് ഏഴാമത്തെ ചാപ്റ്ററിൽ എത്തി നിൽക്കുകയാണ് അല്ലെ. ഏതാണ് ഏഴാമത്തെ ചാപ്റ്റർ? ഫോർമേഷൻ ഓഫ് എ കമ്പനി അല്ലെ. ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 8 മാർക്കാണ്. സോ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. നിങ്ങൾ നോക്കുന്ന സമയത്ത് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുന്ന ഒരു ചാപ്റ്ററാണ്, പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആട്ടോ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നുമെങ്കിലും ആളൊരു പാവാണ്. അപ്പൊ എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. 8 മാർക്കാണ് ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. എസ് എ ക്വസ്റ്റ്യൻസിന് വരെ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് കമ്പനി എന്നുള്ളത് അറിയാം. നമ്മൾ കമ്പനീനെ പറ്റി പഠിച്ചിട്ടുണ്ട്. എന്താണ് കമ്പനി? ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ, മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലീഗൽ എൻറ്റിറ്റി ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് കമ്പനി എന്ന് പറയാൻ പറ്റും അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പനി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ കമ്പനിക്ക് ഒരുപാട് എക്സാമ്പിൾസ് നമുക്കറിയാം അല്ലെ. അഡിഡാസ് ഉണ്ട്, ആമസോൺ ഉണ്ട്, മെക്ഡൊണാൾഡ്സ്, ആപ്പിൾ, ഇൻഫോസിസ്, ബാറ്റ, വിപ്രോ, ലോറിയൽ, യൂട്യൂബ്, ഇതൊക്കെ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് ആണ്. ഓക്കെ, അപ്പൊ കമ്പനി എന്താണെന്ന് അറിയാം. കമ്പനീനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെയാണ് ഒരു കമ്പനി ഫോം ചെയ്യുന്നത്? ഓക്കെ, ഒരു കമ്പനിയുടെ ഫോർമേഷന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫോർമേഷൻ ഓഫ് എ കമ്പനിയിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് വരുന്നത്? അതായത് ഇപ്പൊ ഒരു ബിസിനസ് ഐഡിയ ഒറിജിനേറ്റ് ചെയ്ത് നമ്മളിപ്പോ ബിസിനസ് ചെയ്ത് കളയാമെന്ന് ഒരാൾ തീരുമാനിക്കുകയാണ്. ഓക്കെ, അപ്പൊ ബിസിനസ് ഐഡിയ അയാളുടെ എന്താണ് മണ്ടയിൽ ഇങ്ങനെ ഉദിക്കുകയാണ്. അത് മുതൽ അദ്ദേഹം എന്താണ് ഒരു ബിസിനസ് തുടങ്ങുന്ന വരെയുള്ള സ്റ്റെപ്സ് ആണ് ഈ ഫോർമേഷൻ ഓഫ് എ കമ്പനിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദ സ്റ്റെപ്സ് വിച്ച് ആർ റിക്വയർഡ് ഫ്രം ദ ടൈം എ ബിസിനസ് ഐഡിയ ഒറിജിനേറ്റ് ടു ദി ടൈം. അതായത് എന്താണ് ബിസിനസ് ഐഡിയ ഒറിജിനേറ്റ് ചെയ്യാണ്. A company is legally ready to commence business are referred as the stages in the formation of a company. ഒരു ഐഡിയ ഉദിക്കുന്നത് മുതൽ ആ ബിസിനസ് കമൻസ് ചെയ്യുന്ന വരെയുള്ള ഭാഗത്തുള്ള സ്റ്റെപ്സുകൾ എന്തൊക്കെയാണോ അതാണ് ഫോർമേഷൻ ഓഫ് എ കമ്പനിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എത്ര സ്റ്റെപ്സ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്? പ്രൊമോഷൻ ഓഫ് എ കമ്പനി, ഇൻകോർപ്പറേഷൻ, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്ന 3 സ്റ്റെപ്സ് ആണ് ഫോർമേഷൻ ഓഫ് എ കമ്പനിയിൽ വരുന്നത്. ഇതിന് അവസാനം എന്ത് ചെയ്യും? കമൻസ്മെന്റ് ഓഫ് എ ബിസിനസ്, ഒരു ബിസിനസ് തുടങ്ങും. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറയാനായിട്ട് പറ്റും. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ സ്റ്റെപ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്നാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? പ്രമോഷൻ ആണ്. എന്തായിരിക്കും പ്രമോഷൻ? നിങ്ങൾ പ്രമോഷനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലെ. യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെ കണ്ടു കഴിഞ്ഞാല് അതിൽ പെയ്ഡ് പ്രമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട്. ആ പ്രമോഷൻ ആണോ ഈ പ്രമോഷൻ? ഓക്കെ, നമുക്ക് നോക്കാം. പ്രമോഷൻ ഈസ് ദി ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി ഫോം ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രമോഷൻ ആണ്. It is the conceiving of business opportunity and taking the initiative to form a company. അതായത് നമുക്ക് ചുറ്റിലും ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെ. അത് മനസ്സിലാക്കി ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി, ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്ന പ്രോസസ്സാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ് നമുക്കറിയാം. ഒരുപാട് വാസ്റ്റ് വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ്, ഒരുപാട് സർവീസസ്, അതിലൊക്കെ പല തരത്തിലുള്ള ഇന്നോവേഷൻസ്, അത് കണ്ടക്ട് ചെയ്യാൻ ബിസിനസ് ഐഡിയാസ് ഒക്കെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഒരുപാട് എന്തുണ്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ചുറ്റിലുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കി ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നതിന് നമുക്ക് പ്രൊമോഷൻ എന്ന് പറയാൻ പറ്റും. അപ്പൊ ആരായിരിക്കും ഹൂ ഈസ് പ്രൊമോട്ടർ? ആരായിരിക്കും പ്രൊമോട്ടർ? ഈ പ്രൊമോഷൻ എന്ന പ്രോസസ് ആരാണോ ഇനീഷ്യേറ്റീവ് എടുത്ത് നടത്തുന്നത് അയാളെ നമുക്ക് പ്രൊമോട്ടർ എന്ന് വിളിക്കാം അല്ലെ. എനി പേഴ്സൺ, ഒരാളായിക്കോട്ടെ, ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ, ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആയിക്കോട്ടെ, ഓർ ഈവൻ എ കമ്പനി, ഒരു കമ്പനി ആയിക്കോട്ടെ, ഇവരെന്താണ് ചെയ്യുന്നത്? ഹൂ ടേക്സ് ദി ഇനീഷ്യേറ്റീവ് ടു ഫോം എ കമ്പനി, അല്ലെ ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ്. അയാളെ നമുക്ക് പ്രൊമോട്ടർ എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനീസ് ആക്ട് സെക്ഷൻ 69 പ്രകാരം എങ്ങനെയാണ് പ്രൊമോട്ടറെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. എങ്ങനെയാണ്? ഹു ഹാസ് ബീൻ നെയിംഡ് ആസ് സച്ച് ഇൻ എ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടറിൽ നെയിം ഉള്ളതും അതുപോലെ തന്നെ എന്താണ് ഈ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. പ്രോസ്പെക്ടസ് അക്കൗണ്ടൻസിയിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ പ്രോസ്പെക്ടസ്? ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഈ ലീഗൽ ഡോക്യുമെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കമ്പനി ഇറക്കുന്നത്? അതായത്
നമുക്കറിയാം ഒരു ബിസിനസ് നടക്കണമെങ്കിൽ അവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് പബ്ലിക്കിനെ ക്ഷണിച്ചുകൊണ്ടോ അല്ലെ, അവർക്ക് ഈ ഇത്തരത്തിലുള്ള എന്ത് നടത്തുന്നുണ്ട്, ഞങ്ങള് ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. അപ്പൊ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഒരു എന്താണ് ലീഗൽ ഡോക്യുമെന്റ് ആണ്. അപ്പൊ അതിലെ നെയിം വേണം. ഓക്കെ, അയാളെ നമുക്ക് എന്ത് പറയാം, പ്രൊമോട്ടർ എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഹു ആസ് കൺട്രോൾ ഓവർ ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ കമ്പനിയുടെ അഫയേഴ്സിലൊക്കെ കൺട്രോൾ ഉള്ള ആളെ നമുക്ക് എന്ത് പറയാം, അയാൾക്ക് എന്ത് വേണം, നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ അഫയേഴ്സിലൊക്കെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. സോ അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടേഴ്സിനും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഡയറക്ട് ചെയ്യാനും അഡ്വൈസ് കൊടുക്കാനും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുള്ള റൈറ്റ് നമ്മുടെ പ്രൊമോട്ടേഴ്സിനുണ്ട്. സോ എന്താണ്, പ്രോസ്പെക്ടസിൽ നെയിം ഉള്ളതും അതുപോലെ തന്നെ കമ്പനി അഫയേഴ്സിൽ കൺട്രോൾ ഉള്ളതും അതുപോലെ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനൊക്കെ അഡ്വൈസ് ചെയ്യാനൊക്കെ ഉള്ള റൈറ്റ് ഉള്ളതുമായിട്ടുള്ള ആളാണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രൊമോഷൻ എന്താണെന്നും പ്രൊമോട്ടർ ആരാന്നും മനസ്സിലായി അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് എ പ്രൊമോട്ടർ. പ്രൊമോട്ടറിന് എന്തൊക്കെ പണികളാണ് ഒരു ഫോർമേഷൻ ഓഫ് എ കമ്പനി, ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് ഉള്ളത് എന്ന് നോക്കാം അല്ലെ. എന്തൊക്കെയാണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഫീസിബിലിറ്റി സ്റ്റഡീസ്, നെയിം അപ്രൂവൽ, fixing up signatory to the memorandum of association, appointment of professionals, preparation of necessary documents. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അല്ലെ. നമുക്ക് ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടർ ഒക്കെ എപ്പോഴും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് അടിക്കരുത്, നല്ല രീതിയിൽ തന്നെ പഠിക്കാം, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അല്ലെ. നോക്കാം, ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് ചുറ്റിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെ. ദ ഓപ്പർച്യൂണിറ്റി മേ ബി ഇൻ റെസ്പെക്ട് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ പ്രൊഡക്റ്റ്. ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ്, ഒരു പുതിയ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ ഡിഫറെന്റ് ആയിട്ടല്ലേ നമ്മൾ എന്താണ് ബിസിനസ്സിൽ ഇറക്കുക, ഡിഫറെന്റ് ആയിട്ടുള്ള ചാനൽസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം കൊണ്ടുവരിക. ഇതൊക്കെയാണ് പുതിയ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇത് ഐഡന്റിഫൈ ചെയ്യാണ് ഏറ്റവും ഫസ്റ്റ് അല്ലെ. ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ. സോ ആ ഒരു ബിസിനസ് ഐഡിയ കണ്ടുപിടിക്കുക എന്നതാണ് പ്രൊമോട്ടറെ ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫീസിബിലിറ്റി സ്റ്റഡീസ്. നമ്മളിപ്പോ ഒരു ബിസിനസ് തുടങ്ങാൻ പോവാണ്, നമ്മുടെ കയ്യിൽ ബിസിനസ് ഐഡിയ ഉണ്ട് എന്നൊക്കെ ഇരിക്കട്ടെ, പക്ഷെ അത് എത്രത്തോളം ഫീസിബിൾ ആണ്, നമുക്ക് എന്താണ് ആ ഒരു ബിസിനസ് കൊണ്ട് ഗുണമുണ്ടോ, ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ള അനാലിസിസ് നമ്മൾ ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മൊത്തമായിട്ട് ആ ഒരു ബിസിനസ് ഐഡിയയെ നമ്മൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക, ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി അതിന്റെ ഫീസിബിലിറ്റി ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ 3 രീതിയിലാണ് ഫീസിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ളത്. ഏതൊക്കെയാണത്? ടെക്നിക്കൽ ഫീസിബിലിറ്റി, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ആൻഡ് എക്കണോമിക്കൽ ഫീസിബിലിറ്റി. ഈ ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങാൻ പോവാണ്, ആ ബിസിനസ് തുടങ്ങാനുള്ള റിസോഴ്സസും ടെക്നോളജിയും അവൈലബിൾ ആണോ എന്ന് നോക്കുന്നതാണ് ഈ ഒരു ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ് ഐഡിയ, നമ്മുടെ എന്താണോ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അത് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ടെക്നോളജി അവൈലബിൾ അല്ല, അല്ലെങ്കിൽ റിസോഴ്സസ് ഇല്ല എങ്കിൽ ആ ഒരു ബിസിനസ് ഐഡിയ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജിയിൽ എന്താണോ ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്, സർവീസ് ആയിക്കോട്ടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഈ ഒരു ടെക്നിക്കൽ ഫീസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി. ഫിനാൻസ് അല്ലെ, നമുക്കറിയാം ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ലൈഫ് ബ്ലഡ് ആണ്. ഫിനാൻസ് ഇല്ലാതെ ഒന്നും നടക്കില്ല. സോ ആ ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ള ആ ഒരു സ്റ്റഡി നടത്തണം. അവിടെ എന്ത് നടത്തണം? ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തേണ്ടതുണ്ട്. ഫിനാൻഷ്യലി ഫീസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, തേർഡ് വൺ എക്കണോമിക് ഫീസിബിലിറ്റി ആണ്. നമ്മുടെ കയ്യിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ടെക്നോളജി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് റിസോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ ഫിനാൻസ് ഉണ്ട് എങ്കിൽ കൂടി ആ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒക്കെ ഉണ്ടായിട്ട്, അതായത് ടെക്നോളജി ഉണ്ട്, റിസോഴ്സസ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, പക്ഷെ ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ല എങ്കിൽ ആ ബിസിനസ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ? ഒരിക്കലും ഇല്ല. സോ ആ ഒരു എക്കണോമിക് ഫീസിബിലിറ്റി അവിടെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ ഒരുപാട് സ്പെഷ്യലിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടിയാണ് പ്രൊമോട്ടർ ഈ ഒരു ജോബ് ചെയ്യുന്നത്. എഞ്ചിനീയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മനസ്സിലാക്കി ഫീസിബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജ് എന്താണ്? നെയിം അപ്രൂവൽ. നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ഒരു നെയിം സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ നെയിം എന്ത് ചെയ്യണം? ഒരു അപ്ലിക്കേഷൻ ആയിട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനി അല്ലെ, രജിസ്ട്രാറിന്
നമ്മൾ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു രജിസ്ട്രാർ എന്ത് ചെയ്യണം, ആ ഒരു നെയിം അപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു നെയിം എന്താവരുത്, മിസ്ലീഡിങ് ആവരുത്, അതുപോലെ തന്നെ എന്താണ്, കൺഫ്യൂസ്ഡ് ആവരുത്, അതുപോലെ തന്നെ എന്താണ്, സിമിലർ ടു മറ്റ് ഏതെങ്കിലും കമ്പനി ആവരുത്. ഓക്കെ, ഇതൊന്നും ആവരുത്. നോ മിസ്ലീഡിങ്, നോ കൺഫ്യൂസ്ഡ്, നോ സിമിലർ ടു അതർ കമ്പനി നെയിംസ്. ഓക്കെ, അങ്ങനെയായിരിക്കണം നമ്മുടെ ബിസിനസിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ നെയിം എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ എന്താണ്, ഫിക്സിംഗ് അപ്പ് സിഗ്നേച്ചറി ടു ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ? എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഫംഗ്ഷൻസ് ഒക്കെ പറഞ്ഞു പോയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. എന്നിരുന്നാലും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ മെയിൻ ഡോക്യുമെന്റ് ആണ്. ഓക്കെ, അത് പഠിച്ചു വെക്കുക. കമ്പനിയുടെ മെയിൻ ഡോക്യുമെന്റ് ആണ്. കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ എന്താണെന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ്, മെയിൻ ആണ്. ഇതില്ലാതെ ഒരു കമ്പനി ഇല്ല. ആ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ആരൊക്കെ ഒപ്പുവെക്കണം എന്ന് തീരുമാനിക്കുന്നതും ആരുടെ ഫംഗ്ഷൻ ആണ്, നമ്മുടെ പ്രൊമോട്ടറുടെ ഫംഗ്ഷൻ ആണ്. ആ ഒപ്പുവെക്കുന്ന എല്ലാവരും എന്തായിരിക്കും, നമ്മുടെ മാനേജിംഗ് ഡയറക്ടേഴ്സ് ആയിരിക്കും, ഡയറക്ടർ ബോർഡ് ആയിരിക്കും എന്നുള്ളതും കൂടി ഓർത്തു വെക്കുക. ഓക്കെ, അതാണ് ഫിക്സിംഗ് അപ്പ് സിഗ്നേച്ചറി ടു ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ആരൊക്കെ സൈൻ ചെയ്യണം? സൈൻ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതൊന്നുമല്ല മിസ്സിന്റെ സൈൻ, എന്നിരുന്നാലും സൈൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ? ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഒക്കെ ഒരു സൈൻ അത്രയും വിലയാണ്, ലക്ഷങ്ങൾ വിലയാണെന്നൊക്കെ പറയല്ലേ. മിസ്സിന്റെ ഈ ഒരു സൈൻ നിങ്ങൾ എത്ര മാർക്ക് തരുന്നു, എത്ര വില തരുന്നു? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, അപ്പോയിന്റ്മെന്റ് ഓഫ് പ്രൊഫഷണൽ. നമുക്കൊരു കമ്പനി നടത്താൻ ആവശ്യമായിട്ടുള്ള കമ്പനി സെക്രട്ടറി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഇനിയിപ്പം +2 കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനി സെക്രട്ടറി ആവണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. CA CMA അല്ലെ? അങ്ങനെ കുറെ ഓപ്ഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടാവും. സോ അടുത്ത പ്രൊമോട്ടറുടെ ഒരു ജോബ് എന്ന് പറയുന്നത് പ്രൊഫഷണൽസിനെ അപ്പോയിന്റ് ചെയ്യുക എന്നതാണ്. മെർക്കന്റൽ ബാങ്കേഴ്സ്, ഓഡിറ്റേഴ്സ് ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്ത്, അതുപോലെ തന്നെ അസിസ്റ്റ് ദം ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് നെസസറി ഡോക്യുമെന്റ് വിച്ച് ആർ റെക്വേർഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനി. കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നെസസറി ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണോ അതൊക്കെ പ്രിപ്പയർ ചെയ്യുക എന്നതാണ് ഫിഫ്ത് സ്റ്റെപ്പിൽ പറയുന്നത്. ഓഡിറ്റേഴ്സിന്റെയും മെർക്കന്റൈൽ ബാങ്കേഴ്സിന്റെയും ഒക്കെ ഹെൽപ്പോട് കൂടിയാണ് ഈ ഒരു ഡോക്യുമെന്റ്സ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ടേം ആണ് റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. 2 മാർക്കിനൊക്കെ ചോദിക്കും. നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് അവിടെ വളരെ ചെറുതായിട്ടാണ് ഈ ഒരു റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് കാണാൻ പറ്റുക. എങ്ങാനും 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇത് വരും. ഓക്കെ, അത് വരാതിരിക്കാനാണ്. റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? The names and address of shareholders and the number of shares allotted to each is submitted to the registrar in the statement called return of allotment. ആരൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സ്, അവരുടെ നെയിം എന്താണ്, അവരുടെ അഡ്രസ് എന്താണ്, അവരുടെ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡോക്യുമെന്റ് ആണ്. രജിസ്ട്രാറിന് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ്. ഓക്കെ, ഇവിടെ മിസ് സ്റ്റാർ ഇട്ട് വെക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് നെസസറി ഡോക്യുമെന്റ്സ്. യെസ്, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ പ്രൊഫഷണൽസിനെ ഒക്കെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, കൺസെന്റ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് തുടങ്ങിയ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ ഫയൽ ചെയ്യുക അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുക എന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഈ 3 എന്താണ് ഡോക്യുമെന്റ്സ് എന്താന്നുള്ളത് നമ്മൾ പഠിക്കും. ഈ ഫങ്ഷൻസ് അങ്ങ് കഴിഞ്ഞോട്ടെ കേട്ടോ. ഓക്കെ, യെസ്, ഇത്രയുമാണ് ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇമ്പോർട്ടന്റ് അല്ലേ? യെസ്, അപ്പോൾ ഇതും പഠിച്ചു വെക്കുക, ഈസിയാണ്. ഫസ്റ്റ് വൺ എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. സിമ്പിൾ ആയിട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ആ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണോ, ഗുണമാണോ, അതിന്റെ ഫീസിബിലിറ്റി ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്? നെയിം അപ്രൂവൽ, നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള നെയിം ഇടുക. അത് എന്താണ്? രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്യുക, അപ്ലിക്കേഷൻസ് കൊടുക്കുക. അതുപോലെ തന്നെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ആരൊക്കെ സൈൻ ചെയ്യണം എന്ന് ഫിക്സ് ചെയ്യുക. അപ്പോയിന്റ്മെന്റ് ഓഫ് പ്രൊഫഷണൽ, നമുക്ക് ആവശ്യമായിട്ടുള്ള നെസസറി ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നിർമ്മിക്കാൻ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രൊഫഷണൽസിനെ അപ്പോയിന്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു നെസസറി ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക.
സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതും അത് തന്നെയാണ്. ഡോക്യുമെന്റ്സ് റിക്വയർഡ് ടു ബി സബ്മിറ്റഡ്. എന്തൊക്കെയാണ് ഒരു ഫോർമേഷൻ ഓഫ് എ കമ്പനി? ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് പ്രൊമോഷൻ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ വളരെ ഒരു കമ്പനിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ്? ഇതിൽ മെയിൻ ആയിട്ടുള്ള നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട രണ്ടെണ്ണമാണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. അതുപോലെ തന്നെ ബാക്കിയുള്ളതും എന്താന്നുള്ളത് പഠിച്ചു വെക്കുക. കൺസെന്റ് ഓഫ് പ്രപ്പോസ്ഡ് ഡയറക്ടേഴ്സ്, അഗ്രിമെന്റ്, സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ, റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ഫീസ്. ഓക്കെ, അപ്പൊ ഓരോന്നും നമ്മൾ എന്താന്ന് നോക്കാൻ പോവാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡോക്യുമെന്റ് ആണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് അല്ലെ? ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഈ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചും മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് നമ്മൾ അത് പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലെ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇതെന്താണ്? മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് നെയിം ഓഫ് ലിമിറ്റഡ് കമ്പനി. ഒരു ലിമിറ്റഡ് കമ്പനിയുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. ഇതിൽ നെയിം ഓഫ് കമ്പനി ഉണ്ട്, അഡ്രസ് ഓഫ് ദി കമ്പനി, ഒബ്ജക്ട്, ലിമിറ്റഡ് ലയബിലിറ്റി, ഓതറൈസ്ഡ് ക്യാപിറ്റൽ, അങ്ങനെ വേണ്ട ഒരുപാട് ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറയുന്ന, കമ്പനിയുടെ സ്കോപ്പ് പറയുന്ന, കമ്പനിയുടെ ലിമിറ്റ്സ് പറയുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. ഈ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ എന്താണോ പറഞ്ഞത് അത് മാത്രമേ കമ്പനിക്ക് ലീഗലി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ മെമ്മോറണ്ടത്തിൽ പറയാത്ത ഒന്നും ലീഗലി ആർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല, നമ്മുടെ കമ്പനിക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല. സോ നമുക്ക് നോക്കാം എന്താണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. ഇറ്റ് ഡിഫൈൻസ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. നോ കമ്പനി ക്യാൻ ലീഗലി അണ്ടർടേക്ക് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ നോട്ട് കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്സ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞാൽ അല്ലെ, മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യവും ലീഗലി ആർക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കമ്പനീസിന് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ എന്തൊക്കെ കണ്ടന്റ്സ് ആണ്, എന്തൊക്കെ ക്ലോസസ് ആണ് ഉള്ളത് എന്നതാണ്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യെസ്, എന്തൊക്കെയാന്ന് നോക്കാം അല്ലെ. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? നെയിം ക്ലോസ്. നെയിം ക്ലോസ് അതായത് ഒരു കമ്പനിയുടെ നെയിം എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതെന്താണ്? രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അവർ എന്ത് ചെയ്തിട്ടുള്ള, ഓൾറെഡി അപ്രൂവ് ചെയ്തിട്ടുള്ള നെയിം ആയിരിക്കണം മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ ഉണ്ടാവേണ്ടത്. നെക്സ്റ്റ് വൺ, രജിസ്ട്രേഡ് ഓഫീസ് ക്ലോസ്. എവിടെയാണ് നമ്മുടെ കമ്പനി സിറ്റുവേറ്റ് ചെയ്തത്, എവിടെയാണ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫീസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തത്, അത് എന്ന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിലുള്ളത്. ദിസ് ക്ലോസ് കണ്ടെയ്ൻ ദി നെയിം ഓഫ് ദി സ്റ്റേറ്റ് ഇൻ വിച്ച് ദ രജിസ്ട്രേഡ് ഓഫീസ് ഓഫ് ദി കമ്പനി ഈസ് പ്രപ്പോസ്ഡ് ടു ബി സിറ്റുവേറ്റഡ്. ഓക്കെ, അതുപോലെ തന്നെ ദ എക്സാക്ട് അഡ്രസ് ഓഫ് ദി രജിസ്ട്രേഡ് ഓഫീസ് ഈസ് നോട്ട് റിക്വയർഡ് അറ്റ് ദി സ്റ്റേജ് but must be notified to the registrar within 30 days of the incorporation of the company. ഓക്കെ, അപ്പൊ എവിടെയാണ് നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ രജിസ്ട്രാർ കമ്പനി എവിടെയാണോ അതിന്റെ സ്റ്റേറ്റ് എവിടെയാണ് എന്നുള്ളത് വേണം. അതുപോലെ തന്നെ അഡ്രസ് ഈ ഒരു പ്രൊമോഷന്റെ ടൈമിൽ വേണ്ടെങ്കിലും ഇൻകോർപ്പറേഷൻ രണ്ടാമത്തെ സ്റ്റേജ് ആവുന്ന സമയത്ത് നിർബന്ധമാണ്. 30 ദിവസത്തിനുള്ളിൽ നമ്മൾ അത് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ എന്താണ്? ഒബ്ജക്ട് ക്ലോസ്. അതായത് ഒരു കമ്പനി എന്തിനാണ് ഫോം ചെയ്തത്, അതിന്റെ പർപ്പസ് എന്താണ്, അത് തെളിയിക്കുന്ന ക്ലോസ് ആണ്, അത് ഡിഫൈൻ ചെയ്യുന്ന ക്ലോസ് ആണ് ഒബ്ജക്ട് ക്ലോസ് എന്ന് പറയുന്നത്. എ കമ്പനി ഈസ് നോട്ട് ലീഗലി എൻടൈറ്റിൽഡ് ടു undertake the activity which is beyond the object stated in the clause. Yes, എന്തൊക്കെയാണ് ഈ ഒരു കമ്പനിയുടെ പർപ്പസ്, എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ കൂടുതലൊന്നും ലീഗലി ഒരു കമ്പനിക്ക് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? മെമ്മോറാണ്ടത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമേ നമുക്ക് ഈ ഒരു കമ്പനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഒബ്ജക്ട് ക്ലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ലയബിലിറ്റി ക്ലോസ് ആണ്. നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടെ ഓണേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും, അവർക്ക് ലയബിലിറ്റി ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് ഇവിടെ ഈ ലയബിലിറ്റി ക്ലോസ് എന്ന് പറയുന്നത് എന്താ, അവർക്ക് എത്രയാണോ അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട്, ഷെയർസിന്റെ മേലെ എത്രയാണോ എമൗണ്ട് അൺപെയ്ഡ് ആയിട്ടുള്ളത് അതിൽ മാത്രമേ ലയബിലിറ്റി മെമ്പേഴ്സിന് ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 100 രൂപയുടെ ഷെയർ 6 രൂപയ്ക്ക് വാങ്ങുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ 100 രൂപയുടെ ഷെയർ ആണ്, അത് നമ്മൾ 10 രൂപയ്ക്കാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. 6 രൂപ നമ്മൾ പെയ്ഡ് ചെയ്തു, ബാക്കി എത്രയുണ്ട്? ബാലൻസ് 4 ആണ്. ഈ 4 ആണ് ആരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്? മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്. ആ ലയബിലിറ്റി പറയുന്ന ക്ലോസ് ആണ് ഈ ലയബിലിറ്റി ക്ലോസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ ക്ലോസ്.
അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആ ഒരു കമ്പനിയുടെ മാക്സിമം ക്യാപിറ്റൽ എത്രയാണ്, ആ ഒരു കമ്പനിക്ക് എത്രത്തോളം ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തെളിയിക്കുന്ന ക്ലോസ് ആണ് ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിന്റെ ഒരു എന്താണ് ക്യാപിറ്റൽ മാക്സിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത് 25 lakh ആണെങ്കിൽ അതിൽ കൂടുതൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇഷ്യൂ ഓഫ് ഷെയർസിലൂടെ അക്വയർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അതാണ് ക്യാപിറ്റൽ ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് ക്ലോസസ് എന്ന് പറയാനായിട്ട് പറ്റും. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷന്റെ കമ്പനിയുടെ മെയിൻ ഡോക്യുമെന്റ് ആണ്. അതിലെ കണ്ടന്റ്സ് ആണ് ഇത്രയും പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കൊടുക്കാം. സെക്കൻഡ് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അക്കോർഡിംഗ് ടു സെക്ഷൻ 2(5) ഓഫ് കമ്പനീസ് ആക്ട് 2030, articles means the articles of association of a company as originally framed or as altered from time to time or applied in pursuance of any previous company law or of this act. അതായത് ഒരു ബിസിനസ്സിന് എവിടെ എങ്ങനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളത് ഡിഫൈൻ ചെയ്യാണ് ഈ ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇന്റേണൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഒരു ബിസിനസിനെ സംബന്ധിച്ച്, ആ ബിസിനസിന്റെ ഉള്ളിൽ നടക്കേണ്ട ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാം, അതിന്റെ ഒരു ലിമിറ്റ് തീരുമാനിക്കുന്ന ഡോക്യുമെന്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, കൺസെന്റ് ഓഫ് പ്രപ്പോസ്ഡ് ഡയറക്ടേഴ്സ്. അതായത് ഡയറക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഓക്കെയാണ് അല്ലെ, ഞങ്ങളുടെ ബിസിനസിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആണ് എന്ന് തെളിയിക്കുന്ന അവരുടെ കൺസെന്റ് ആണ് ഈ ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. റിട്ടൺ കോൺസെന്റ് ഓഫ് ദി പ്രപ്പോസ്ഡ് ഡയറക്ടേഴ്സ് ഈസ് ഓൾസോ റിക്വയർഡ് ടു കൺഫേം ദാറ്റ് ദേ ആർ അഗ്രീഡ് ടു ആക്ട് ആസ് ഡയറക്ടേഴ്സ് ടു അണ്ടർടേക്ക് ദി ക്വാളിഫിക്കേഷൻ ഓഫ് ഷെയർസ്. അതായത് നമുക്ക് മനസ്സിലാവണം അല്ലെ ആരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ളത്, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറയാണ് ഞങ്ങളല്ല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ളത്, അപ്പൊ അവിടെ ഒരു തെളിവില്ല. സോ ആ ഒരു റിട്ടൺ കൺസെന്റ് ആണ് ഈ ഒരു തേർഡ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് എന്ന് പറയാൻ പറ്റും. യെസ്, നെക്സ്റ്റ് വൺ എന്താ, എഗ്രിമെന്റ്. അതായത് the agreement with any individual for appointing him as the managing director or a whole-time director or manager is another document to be submitted to the registrar. ഇതൊക്കെ രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ്. ഈ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് any individual for appointing him as the managing director, ഏതൊരു ആളായിക്കോട്ടെ, ഒരു പേഴ്സൺ ആയിക്കോട്ടെ, അദ്ദേഹത്തെ എന്ത് ചെയ്യാണ് മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് എന്ത് ചെയ്യാണ് അപ്പോയിന്റ് ചെയ്യുന്നതിന്റെ അഗ്രിമെന്റ് ആണ് ഈ ഒരു ഫോർത്ത് ഡോക്യുമെന്റ് എന്ന് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ. സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ is a declaration stating that all the legal requirements pertaining to registration have been complied with is to be submitted to the registrar with the above mentioned document for getting the company registered under the law. അതായത് ഇതൊരു ഡിക്ലറേഷൻ ആണ്. ഈ ഒരു ഡിക്ലറേഷനിലൂടെ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് നമ്മളിപ്പം രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്നൊക്കെയുള്ള എല്ലാ ഡോക്യുമെന്റ്സും അടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഡിക്ലറേഷൻ ആണ് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ, റിസിപ്റ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ഫീ. ഈ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ ഫീ ആവശ്യമാണ് അല്ലെ, അപ്പൊ ആ ഫീ കൊടുത്തു എന്നതിൻ്റെ ഉള്ള തെളിവാണ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ഫീ എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ ഡോക്യുമെന്റ്സിന്റെ കൂടെ നമ്മൾ ഈ ഒരു ഫീ പേയ്മെന്റ് നടത്തിയിട്ടുള്ള ആ ഒരു റെസിപ്റ്റ് കൂടി ആവശ്യമാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് എപ്പോ ആവശ്യമുള്ളത്, നമ്മുടെ പ്രൊമോഷൻ ഓഫ് എ കമ്പനിയുടെ ടൈമിൽ ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പ്രൊമോട്ടേഴ്സിന്റെ പൊസിഷൻ. അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ഒരു കമ്പനിയിലുള്ള റൈറ്റ്സ്, എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ നോക്കാം അല്ലെ. പ്രൊമോട്ടേഴ്സ് ആർ നോട്ട് ഏജന്റ് ഓർ ട്രസ്റ്റീസ്. ഒരു ബിസിനസിന്റെ ഏജന്റോ ട്രസ്റ്റിയോ അല്ല ആരെന്ന് പറയുന്നത്, ഈ ഒരു പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ബിഫോർ ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് ബിക്കോസ് ദ കമ്പനി ഡസൻറ്റ് എക്സിസ്റ്റ് യെറ്റ്. അതായത് ബിസിനസ് ഐഡിയ കണ്ടുപിടിച്ച് ബിസിനസ് തുടങ്ങാം എന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് പ്രൊമോട്ടർ ആണെങ്കിലും ബിസിനസ് അവിടെ എന്ത് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ട്രസ്റ്റി അല്ല, ഏജന്റ് അല്ല. പ്രൊമോട്ടേഴ്സ് ആർ personally liable for any contract entered into before the company's incorporation unless these contracts are later ratified by the company. അതായത് എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഈ ഒരു പ്രൊമോട്ടർ
ഏർപ്പെടുകയാണെങ്കിൽ അവിടെ എന്ത് നടന്നില്ല, ഇൻകോർപ്പറേഷൻ നടന്നിട്ടില്ല, ഈ ഒരു എന്താണ് പ്രൊമോഷൻ സ്റ്റേജ് മാത്രമാണ് നടന്നിട്ടില്ല. അപ്പൊ അദ്ദേഹം എന്ത് നടത്തിയാലും എന്തൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാലും അദ്ദേഹം ലൈബിൾ ആയിരിക്കും. പ്രൊമോട്ടേഴ്സ് ഹോൾഡ് എ ഫിഡ്യൂഷ്യറി പൊസിഷൻ വിത്ത് ദി കമ്പനി. കമ്പനിയുടെ ഒരു ഫിഡ്യൂഷ്യറി പൊസിഷൻ അദ്ദേഹത്തിനുണ്ട് അല്ലെ. ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അഫയേഴ്സിലും അദ്ദേഹത്തിന് ഒരു കൺട്രോൾ ഉണ്ട്. നെക്സ്റ്റ് വൺ, ദേ കനോട്ട് മേക്ക് സീക്രട്ട് പ്രോഫിറ്റ്. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് അദ്ദേഹം ആണെങ്കിലും അദ്ദേഹത്തിന്റെ എന്ത് പ്രോഫിറ്റ് അദ്ദേഹം ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും, അല്ലാതെ സീക്രട്ട് ആക്കി വെക്കാൻ പറ്റില്ല. പ്രൊമോട്ടേഴ്സ് ആർ നോട്ട് ലീഗലി എൻടൈറ്റിൽഡ് ടു റീക്ലെയിം എക്സ്പെൻസ്. ഒരു കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന എക്സ്പെൻസ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, റീക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് ഓൾസോ പക്ഷെ അദ്ദേഹത്തിന് റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട്. ഏത് വഴിയാണ്? ലംസം പേയ്മെന്റ്, കമ്മീഷൻ ആയിട്ടും, അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. ആ സമയത്ത് given to the option to purchase the company security at a later date. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഷെയർസ് ഡിബഞ്ചേഴ്സിന്റെ അലോട്ട്മെന്റ് സമയത്ത് അദ്ദേഹത്തിന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത്രയാണ് അദ്ദേഹത്തിന് റെമ്യൂണറേഷൻ കിട്ടുന്ന ഒരു രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, യെസ്, ഇതാണ് പ്രൊമോട്ടേഴ്സിന്റെ പൊസിഷൻ എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്കൻഡ് സ്റ്റേജ് ആണ്, ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷന്റെ സമയത്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരുപാട് എന്തുണ്ട്, ഡോക്യുമെന്റ്സ് ഉണ്ട് അല്ലെ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, റിട്ടൺ കൺസെന്റ് അഗ്രിമെന്റ്, copy of registered letter, a statutory declaration, notice, documentary evidence of payment of registration fees. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, രജിസ്ട്രാർ കമ്പനിയിൽ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫീസിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുക, എല്ലാ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ ഒരു ലീഗൽ എൻറ്റിറ്റി ആയിട്ട് മാറുള്ളൂ. ദ രജിസ്ട്രാർ എൻഷുർ ദാറ്റ് ഓൾ ഫോർമാലിറ്റീസ് ആർ മെറ്റ് ബട്ട് ഡസ് നോട്ട് വെരിഫൈ ദി ഒതന്റിസിറ്റി ഓഫ് ദി സബ്മിറ്റഡ് ഫാക്ട്. ആദ്യം തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുക, അത് ഓക്കെ ആണെങ്കിൽ നമ്മുടെ രജിസ്ട്രാർ എന്ത് ചെയ്യും, യെസ്, അത് അപ്രൂവ് ചെയ്യും. ആ സമയത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈച്ച് കമ്പനി ഈസ് അസൈൻഡ് എ CIN ഫോർ ഐഡന്റിഫിക്കേഷൻ. എന്താണ് CIN? കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ. അപ്പൊ നമ്മൾ പ്രൊമോഷൻ കഴിഞ്ഞു, അതിനുശേഷം ഒരുപാട് ഡോക്യുമെന്റ്സ്, ഇവിടെ പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ അത് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ CIN അവിടെ ലഭിക്കും. കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ ഓരോ എന്താണ് കമ്പനീസിനും ഓരോ CIN വഴി ലഭിക്കും, CIN നമ്പേഴ്സ് ലഭിക്കും, അല്ലെങ്കിൽ കോർപ്പറേറ്റ് നമ്പർ ഐഡന്റിറ്റി നമ്പർ ലഭിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയുമാണ് ഇൻകോർപ്പറേഷന്റെ സ്റ്റെപ്പിൽ വരുന്നത്. തേർഡ് സ്റ്റെപ്പ് എന്താണ്? ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷനിൽ വരുന്ന സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ് എന്നതാണ്. അപ്പൊ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരത്തില് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന, ഇപ്പം ഫണ്ട് ആയിക്കോട്ടെ, അസറ്റ് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് നമുക്ക് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാൻ പറ്റും. ഈ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷനിലും ഒരുപാട് സ്റ്റെപ്സ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ സെബി അപ്രൂവൽ ആണ്. അപ്പൊ എന്താണ് സെബി അപ്രൂവൽ? അതായത് ഇപ്പൊ ഒരു കമ്പനിക്ക് ഫണ്ട് റൈസ് ചെയ്യണമെങ്കിൽ സെബിയുടെ എന്ത് കിട്ടണം? അപ്രൂവൽ കിട്ടണം. എന്താണ് സെബി? ഫുൾ ഫോം എന്താണ്? സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ഈ സെബിയുടെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ ഒരു കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കമ്പനിക്ക് നമ്മുടെ പബ്ലിക്കിൽ നിന്നും ഷെയർസ് പബ്ലിക്കിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് എന്തോ ആയിക്കോട്ടെ, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. സെക്കൻഡ് സ്റ്റെപ്പ്, ഫയലിംഗ് എ പ്രോസ്പെക്ട്സ്. ആദ്യം തന്നെ ഈ ഒരു പ്രോസ്പെക്ടസ് എന്ത് ചെയ്യണം? രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നമ്മൾ ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ വിത്ത് ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അതുപോലെ തന്നെ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനി പബ്ലിക്കിനെ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. അതിന്റെ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. അത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ പബ്ലിക്കിനൊക്കെ കൊടുക്കുക. ഈ ഒരു പ്രോസ്പെക്ടസ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അതുപോലെ തന്നെ അവർക്ക് ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, സെക്കൻഡ് വൺ അതാണ്. തേർഡ് വൺ, അപ്പോയിന്റ്മെന്റ് ഓഫ് ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ് ആൻഡ് അണ്ടർ റൈറ്റേഴ്സ്. ബാങ്കേഴ്സിനെയും ബ്രോക്കേഴ്സിനെയും അണ്ടർ റൈറ്റേഴ്സിനെയും ഒക്കെ ഈ ഒരു ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയി നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ബാങ്കറിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്താൽ ഈ അപ്ലിക്കേഷൻ ഓഫ് മണി അല്ലെ, നമ്മുടെ ഈ പണമിടപാട് കാര്യങ്ങളൊക്കെ ഈ ബാങ്കർ ഡീൽ ചെയ്തോളും. അതുപോലെ തന്നെ എന്തിനായിരിക്കും ഈ ബ്രോക്കേഴ്സിനെ
അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക? ഈ ഒരു പബ്ലിക്കിനെ ഈ ഒരു ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷനുമായിട്ട് എൻകറേജ് ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. അണ്ടർ റൈറ്റേഴ്സിന് എന്താ, നമ്മൾ വിചാരിച്ച അത്രത്തോളം ഷെയർസ് സോൾഡ് ആയി പോയില്ലെങ്കിൽ അത് വാങ്ങാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവർക്ക് എന്ത് കിട്ടും, അതിനുള്ള കമ്മീഷൻ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബാങ്കേഴ്സിനെയും ബ്രോക്കേഴ്സിനെയും അണ്ടർ റൈറ്റേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ മിനിമം സബ്സ്ക്രിപ്ഷൻ ആണ്. നമ്മുടെ അലോട്ടിങ് ഷെയർസ്, നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്ന ഷെയർസിന്റെ ഒരു അറ്റ്ലീസ്റ്റ് 90% ഓഫ് ഇഷ്യൂ സൈസ് നമുക്ക് എന്ത് കിട്ടിയിരിക്കണം, അപ്ലിക്കേഷൻസ് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ എന്താണ്, എത്രയാണോ കിട്ടിയത് ആ ഒരു എമൗണ്ട് നമ്മുടെ അപ്ലിക്കൻസിന് റീഫണ്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, എത്രയാണോ ഇഷ്യൂ സൈസ് അതിന്റെ 90% മീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ അപ്ലിക്കേഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കമ്പനി ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെങ്കിലും എന്ത് ചെയ്തിരിക്കണം, പെർമിഷൻ ടു ലിസ്റ്റ് ഇറ്റ്സ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് അറ്റ്ലീസ്റ്റ് അപ്ലൈ ചെയ്തിരിക്കണം. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെങ്കിലും അപ്ലൈ ചെയ്തിരിക്കണം. ഇനിയിപ്പോ പെർമിഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ അലോട്ട്മെന്റ് ബിക്കം വോയിഡ് ആൻഡ് മണി മസ്റ്റ് ബി റീഫണ്ടഡ് വിത്തിൻ 8 days. ഓക്കെ, അപ്പൊ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അപ്ലൈ ചെയ്യുക. ഇനിയിപ്പോ പെർമിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ 8 ദിവസത്തിനുള്ളിൽ തന്നെ റീഫണ്ട് ചെയ്ത് എല്ലാ ഇൻവെസ്റ്റേഴ്സിന്റെയും പണം തിരിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്, ലാസ്റ്റ് 6th സ്റ്റെപ്പ് എന്ന് പറയുന്നത് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ആണ്. The application money must be kept in separate bank account until shares are allotted. ഷെയർസ് അലോട്ട് ചെയ്യുന്നവരെ നമുക്ക് കിട്ടിയിട്ടുള്ള മണി ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു എക്സസ് മണി ഉണ്ടാവുകയാണെങ്കിൽ മസ്റ്റ് ബി റീഫണ്ടഡ് ഓർ അഡ്ജസ്റ്റഡ് അലോട്ട്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ആൻഡ് ലാസ്റ്റ് വൺ അലോട്ട്മെന്റ് ലെറ്റേഴ്സ് ആണ്. Are issued to successful applicants and a return of allotment must be filed with the registrar of companies within 30 days. ഇത്രയുമാണ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്സ് എന്ന് പറയാൻ പറ്റും. ഇതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൽ ഇപ്പൊ ഇമ്പോർട്ടന്റ് അല്ലാത്തത് ഏതാണെന്ന് അല്ലെ. പക്ഷെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഈ പേരുകൾ കാണുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് എന്താണ് അണ്ടറിൽ വരുന്നത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇതാണ് 3 സ്റ്റെപ്സ്. ഈ സ്റ്റെപ്പ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബിസിനസ് കമന്റ് ചെയ്യാൻ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്. നിങ്ങൾ പ്രത്യേകം ഓർക്കുക, ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഈ ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് അടിച്ചാൽ തന്നെ നമുക്ക് 2 ഡിഫറൻസ് പറയാൻ പറ്റും. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ റൂൾസ്, ഇന്റേണൽ മാനേജ്മെന്റ് റൂൾസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വർക്ക് ചെയ്യേണ്ടത് എന്ന് വേണ്ട ഓപ്പറേഷൻ സൈഡ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സബ്സിഡിയറി ഡോക്യുമെന്റ് ആണ്. അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, ഈ സബ്സിഡിയറി ഡോക്യുമെന്റ് ആണ്. എന്നിരുന്നാലും ഒരു ഫസ്റ്റ് നമുക്ക് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കൊടുക്കാം, സെക്കൻഡ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കൊടുക്കാം. തേർഡ് വൺ എന്താണ്, റിലേഷൻഷിപ്പ്. ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് കമ്പനിയും ഔട്ട്സൈഡേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നതെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഡിഫൈൻസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെമ്പേഴ്സ് ആൻഡ് കമ്പനി അല്ലെ. ഇന്റേണൽ മാനേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഉള്ളിൽ എങ്ങനെയാണ് ഓപ്പറേഷൻസ് നടക്കുന്നത് എന്നതൊക്കെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ അവിടെയുള്ള മെമ്പേഴ്സും കമ്പനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വാലിഡിറ്റി എന്താണ് നമുക്കറിയാം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യവും ഒരു ബിസിനസ് ഓർഗനൈസേഷന് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ലീഗലി അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ ബാധിക്കുന്നില്ല എങ്കിൽ, ഓക്കെ, അതിനെ എഫക്ട് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കമ്പനിക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. നെസസിറ്റി നമുക്കറിയാം, ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഇല്ലാതെ ഒരു പരിപാടിയും ഇല്ല. കമ്പനി ഫോം ചെയ്യണമെങ്കിൽ അവിടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ അത്രത്തോളം കമ്പൽസറി അല്ല. ഏത് കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഈ ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രത്തോളം നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇമ്പോർട്ടന്റ് അല്ല എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയുമാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഈ ചാപ്റ്ററിന് 8 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ പ്രൊമോഷൻ ഓഫ്
പ്രൊമോഷൻ ഓഫ് കമ്പനി, അതുപോലെ തന്നെ ഇൻകോർപ്പറേഷൻ, അതുപോലെ തന്നെ ക്യാപിറ്റൽ സബ്സിഡിയറി, അതിലൊക്കെ ഒരുപാട് പോയിന്റ്സ് വരുന്നുണ്ട്. ഏത് ക്വസ്റ്റ്യനും വരാം. ഇനിയിപ്പം നമുക്ക് ഈ ചാപ്റ്റർ മൊത്തമായിട്ട് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടും വരാം അല്ലെ. ഫോർമേഷൻ ഓഫ് എ കമ്പനി, സ്റ്റെപ്സ് ഡിഫൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഡിഫറൻസസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. 5 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ 8 മാർക്കിന് വെയിറ്റേജ് വരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള, കാണാൻ മാത്രമേ ഉള്ള ഒരു ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ, പഠിക്കാൻ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. നമ്മൾ ഈ ഒരു വൺ ഷോട്ട് സീരീസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.